Good afternoon, students. We are going to discuss about the concentration methods used in downstream processing. In the last class, we had discussed about the cell disruption methods used in downstream processing. In this class, we will discuss about the concentration methods അല്ലെങ്കിൽ extraction methods used in downstream processing. What is concentration? The filtrate that is free from suspended materials, cells, cell debris usually contains 80 to 90% water. The desired product is a very minor constituent. The water has to be removed to achieve the desired product. അപ്പോൾ കോൺസെൻട്രേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ ഫെർമെൻറ്റേഷൻ ബ്രോത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൽ 80 to 90% വരെ വാട്ടർ ആയിരിക്കും. അപ്പോൾ ഈ വാട്ടർ റിമൂവ് ചെയ്തിട്ട് ഫെർമെൻറ്റേഷൻ പ്രോഡക്റ്റ് നല്ല കോൺസെൻട്രേറ്റ് ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് കോൺസെൻട്രേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഡക്റ്റിലുള്ള വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്നാണ് കോൺസെൻട്രേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് എവിടെയാണ് ഉണ്ടാകുക? ഫെർമെൻറ്റേഷൻ ബ്രോത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ അതിൽ കുറേ വാട്ടറാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഫെർമെൻറ്റേഷൻ ബ്രോത്തിൽ നിന്ന് പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് എക്സ്ട്രാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് വരുന്നതാണ് ഡിസ്റ്റിലേഷൻ, ലിക്വിഡ് എക്സ്ട്രാക്ഷൻ, മെംബ്രെയിൻ ഫിൽട്രേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. ഓരോരോ മെത്തേഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ കോൺസെൻട്രേഷൻ മെത്തേഡ് എന്താണ്? അതായത് നമ്മുടെ പ്രോഡക്റ്റ് വാട്ടറിലാണ് ഉണ്ടാകുക, ബ്രോത്തിലാണ് ഉണ്ടാകുക. ബ്രോത്തിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് കോൺസെൻട്രേഷൻ മെത്തേഡ്. അതായത് നമ്മുടെ പ്രോഡക്റ്റിലുള്ള വാട്ടർ കണ്ടൻറ്റ് 80 to 90% വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് കോൺസെൻട്രേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിൽ 4 ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്: ഡിസ്റ്റിലേഷൻ, ലിക്വിഡ് എക്സ്ട്രാക്ഷൻ, മെംബ്രെയിൻ ഫിൽട്രേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിസ്റ്റിലേഷൻ ആണ്. അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാട്ടർ ഇൻ ദി ബ്രോത്ത് ക്യാൻ ബി റിമൂവ്ഡ് ബൈ സിമ്പിൾ ഇവാപ്പറേഷൻ പ്രോസസ്. For recovery of solvents from the liquid broth, distillation can be used. അപ്പോൾ നമ്മുടെ ബ്രോത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഇവാപ്പറേഷൻ വഴി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ബ്രോത്ത് ചൂടാക്കി കഴിഞ്ഞാൽ ബ്രോത്തിലുള്ള വാട്ടറൊക്കെ എന്തായിട്ട് മാറും? വാട്ടർ വേപ്പേഴ്സായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ബ്രോത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് കുറയും. പിന്നെ ആ സോൾവെൻറ്റിനെ നമുക്ക് എന്തുവഴി റിക്കവർ ചെയ്യാൻ പറ്റും? ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് ആ പ്രോഡക്റ്റിനെ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റിലേഷന് 3 സ്റ്റെപ്സ് ആണുള്ളത്: ഇവാപ്പറേഷൻ, വേപ്പർ ലിക്വിഡ് സെപ്പറേഷൻ ഇൻ കോളം ആൻഡ് കണ്ടൻസേഷൻ. അപ്പോൾ 3 സ്റ്റെപ്സാണ് ഡിസ്റ്റിലേഷനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവാപ്പറേഷൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് സോൾവെൻറ്റ്സ് ആസ് വേപ്പർ ഫ്രം ദി സൊല്യൂഷൻ. അപ്പോൾ സോൾവെൻറ്റ് ഇടയ്ക്ക് ഫെർമെൻറ്റേഷൻ ബ്രോത്ത് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോൾവെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സോൾവെൻറ്റിനെ നമ്മൾ എന്താക്കി മാറ്റുക? വേപ്പറായിട്ട് മാറ്റുക. അപ്പോൾ ഈ ഫെർമെൻറ്റേഷൻ ബ്രോത്ത് എടുക്കുക, എന്നിട്ട് അതിനെ ചൂടാക്കുക. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ എന്തായിട്ട് മാറും? നീരാവിയായിട്ട് അല്ലെങ്കിൽ വാട്ടർ വേപ്പേഴ്സായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ആ ഫെർമെൻറ്റേഷൻ ബ്രോത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് കുറയും. ഇനി വേപ്പർ ലിക്വിഡ് സെപ്പറേഷൻ ഇൻ കോളം. അപ്പോൾ സെപ്പറേറ്റ് ലോവറിങ് ബോയിലിംഗ് പോയിൻറ്റ് മോർ വോളറ്റൈൽ കോമ്പോണൻറ്റ്സ് ഫ്രം ലെസ് വോളറ്റൈൽ കോമ്പോണൻറ്റ്. അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് വോളറ്റൈൽ പ്രോഡക്ട്സിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൽക്കഹോള്, മെത്തനോള് പോലത്തെ പ്രോഡക്ട്സിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്റ്റിലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൽക്കഹോളും മെത്തനോളും ഒക്കെ എന്താണ്? കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആവിയായിട്ട് അല്ലെങ്കിൽ വേപ്പറായിട്ട് മാറും. അപ്പോൾ ലോവർ വോളറ്റൈൽ പോയിൻ്റ് ഉള്ള സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്റ്റിലേഷൻ വഴി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ബ്രോത്ത് ചൂടാക്കുക. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് അതിലുള്ള വാട്ടറൊക്കെ വാട്ടർ വേപ്പറായിട്ട് മാറും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ. അപ്പോൾ ആദ്യം വേപ്പറായിട്ട് മാറുക നമ്മുടെ വോളറ്റൈൽ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ വോളറ്റൈൽ പ്രോഡക്റ്റ് ആദ്യം വേപ്പറായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ടവറിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഈ ടവറിൽ എന്ത് നടക്കുമെന്ന് വെച്ചാൽ കൂളിംഗ് നടക്കും. അപ്പോൾ ഈ വേപ്പേഴ്സ് ഈ ടവറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകും. അപ്പോൾ ഉയർന്നു പോകും തോറും ആ വേപ്പേഴ്സിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് അതെന്തായി പോകും? അത് ഡിസ്റ്റിൽ ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് ഫ്രാക്ഷനായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വേപ്പേഴ്സൊക്കെ കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫ്രാക്ഷനായിട്ട് കിട്ടും. അപ്പോൾ പെട്രോളിയം പ്യൂരിഫിക്കേഷൻ പോലെ തന്നെയാണ് ഈ
പെട്രോളിയം പ്യൂരിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും ഈ വോളറ്റൈൽ പ്രോഡക്റ്റിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വോളറ്റൈൽ പ്രോഡക്റ്റുള്ള ബ്രോത്ത് ചൂടാക്കുക, അതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോളറ്റൈൽ പ്രോഡക്ട്സ് വേപ്പറായിട്ട് മാറി മുകളിലേക്ക് പോകും. അപ്പോൾ ആദ്യം വോളറ്റൈൽ പ്രോഡക്റ്റ്സ് ആണ് പോവുക, പിന്നാലെ കുറേ നേരം കഴിഞ്ഞാലാണ് വാട്ടർ ചൂടായിട്ട് വാട്ടർ വേപ്പറായിട്ട് മാറും. അപ്പോൾ വോളറ്റൈൽ പ്രോഡക്ട്സിന് ബോയിലിംഗ് പോയിൻ്റ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അവർ വേഗം ചൂടായി ആവിയായി മാറും. പക്ഷേ വാട്ടറിന് ബോയിലിംഗ് പോയിൻ്റ് കൂടുതലാണ്, അതുകൊണ്ട് അത് കുറേ സമയം എടുത്തിട്ടാണ് വാട്ടർ വേപ്പറായിട്ട് മാറും. ഇനി ഈ വേപ്പറിനെ ഒരു കൂളിംഗ് ടവറിലേക്ക് കൊടുക്കുക. അപ്പോൾ കൂളിംഗ് ടവറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേപ്പർ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ റൈസ് ചെയ്ത് പോകും. അപ്പോൾ ഇത് റൈസ് ചെയ്ത് പോകുമ്പോൾ ഈ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഇത് കണ്ടൻസ് ചെയ്യാൻ അടുത്ത സ്റ്റെപ്പാണ് കണ്ടൻസേഷൻ. അതായത് ഈ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കുറയും തോറും അത് ലിക്വിഡായിട്ട് കണ്ടൻസ് ചെയ്യും. ഓരോരോ ഫ്രാക്ഷനായിട്ട് നമുക്കത് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കണ്ടൻസ് ചെയ്യുക മോർ വോളറ്റൈൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ പ്രോഡക്റ്റാണ് ഫസ്റ്റ് കണ്ടൻസ് ചെയ്യുക. നമ്മുടെ പ്രോഡക്റ്റ് വോളറ്റൈലാണ്, അതുകൊണ്ട് വേഗം അത് ആവിയായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം കണ്ടൻസ് ചെയ്യുക നമ്മുടെ പ്രോഡക്റ്റാണ്, പിന്നെ ലാസ്റ്റ് ഫ്രാക്ഷനിലാണ് വാട്ടർ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 ടൈപ്പ് ഡിസ്റ്റിലേഷനാണ് യൂസ് ചെയ്യുന്നത്. ബാച്ച് ഡിസ്റ്റിലേഷനും ഉണ്ട്, കണ്ടിന്യൂസ് ഡിസ്റ്റിലേഷനും ഉണ്ട്. ഇപ്പോൾ 2 ടൈപ്പ് ഡിസ്റ്റിലേഷനാണ് ബാച്ച് ഡിസ്റ്റിലേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡിസ്റ്റിലേഷൻ. അപ്പോൾ ബാച്ച് ഡിസ്റ്റിലേഷൻ എന്താണ്? ഇൻ ബാച്ച് ഡിസ്റ്റിലേഷൻ മോസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇവാപ്പറേറ്റഡ് എംപ്ലോയ് ട്യൂബുലാർ ഹീറ്റിംഗ് സർഫസസ്. അപ്പോൾ ഇതാണ് ബാച്ച് ഡിസ്റ്റിലേഷൻ്റെ ഫിഗർ, ഇത് കണ്ടിന്യൂസ് സ്റ്റെറിലൈസേഷൻ്റെ ഫിഗറാണ്. അപ്പോൾ ബാച്ച് ഡിസ്റ്റിലേഷൻ എംപ്ലോയ്സ് ട്യൂബുലാർ ഹീറ്റിംഗ് സർഫസസ്. ഇൻ ബാച്ച് ഡിസ്റ്റിലേഷൻ ദി വേപ്പർ ഫ്രം ദി ബോയിലർ passes up the column and condense. The part of the condense will be returned as reflux. അപ്പോൾ ബാച്ച് ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വശം മാത്രമേ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നുള്ളൂ. അതാണ് ബാച്ച് ഡിസ്റ്റിലേഷൻ്റെ പ്രത്യേകത. അതായത് ആദ്യം നമ്മൾ ആ സ്റ്റീം കൊടുത്തിട്ട് ആ ഫെർമെൻറ്റേഷൻ ബ്രോത്തിനെ ചൂടാക്കുക, എന്നിട്ട് അതിനൊരു കോളത്തിലേക്ക് പാസ് ചെയ്യുക. ഫിഗർ കാണുന്നില്ല, ഒരു കോളത്തിലേക്ക്, അതായത് ഒരു കൂൾ ചെയ്യേണ്ട ഒരു കോളത്തിലേക്ക് നമ്മളിതിനെ പാസ് ചെയ്യും. അപ്പോൾ ഈ വേപ്പർ ഈ കോളത്തിലേക്ക് ഇങ്ങനെ ഉയർന്ന് വരും തോറും അതിങ്ങനെ തണുത്ത് എന്തായിട്ട് കണ്ടൻസ് ആയിട്ട് വരും. അപ്പോൾ അതിനെ നമ്മൾ ഡിഫറെൻറ്റ് ഫ്രാക്ഷനായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട് അതിനെ ഡിഫറെൻറ്റ് ഫ്രാക്ഷനായിട്ട് നമുക്ക് കലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒറ്റ തവണ മാത്രമേ ബാച്ച് ഡിസ്റ്റിലേഷൻ നടത്തും. അതായത് ആദ്യം ഇതിനെ ചൂടാക്കും. ഇപ്പോൾ ചൂടാക്കുമ്പോൾ ഈ ഫെർമെൻറ്റേഷൻ ബ്രോത്തിലുള്ള വോളറ്റൈൽ കോമ്പോണൻറ്റ് എന്തായിട്ട് മാറും? അത് വേപ്പേഴ്സ് ആയിട്ട് മാറും. അതിന് ശേഷം അതിനെ കോളത്തിലേക്ക് കൊടുക്കും. അപ്പോൾ കോളത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോളത്തിലേക്ക് ഈ വേപ്പേഴ്സ് റൈസ് ചെയ്യും. അപ്പോൾ അത് തണുത്ത് വരും. അപ്പോൾ അതിനെ കണ്ടൻസ് ചെയ്തിട്ട് എന്താണ്? അതിനെ വേരിയസ് ഫ്രാക്ഷനായിട്ട് നമുക്ക് കലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ബാച്ച് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡിസ്റ്റിലേഷനാണ് കണ്ടിന്യൂസ് ഡിസ്റ്റിലേഷൻ. ഇറ്റ് ഇനീഷ്യലി ബിഗിൻ ആസ് എ ബാച്ച് ഡിസ്റ്റിലേഷൻ. ദി ബോട്ടം ഫ്രാക്ഷൻ ഈസ് കണ്ടിന്യൂസ്ലി വിഡ്രോൺ ആൻഡ് എ പാർട്ട് ഈസ് റീബോയിൽഡ് ആൻഡ് റിട്ടേൺ ടു ദി കോളം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബാച്ച് ഡിസ്റ്റിലേഷൻ ആയിട്ടാണ് കണ്ടിന്യൂസ് ഡിസ്റ്റിലേഷൻ തുടങ്ങുക. അതിനുശേഷം ഓരോരോ ഡിസ്റ്റിലേഷൻ കഴിയുന്തോറും എന്ത് ചെയ്യുക? ആ ഡിസ്റ്റിൽ ചെയ്ത ലിക്വിഡ് പിന്നെയും ഡിസ്റ്റിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ഡിസ്റ്റിലേഷൻ്റെ പ്രത്യേകത. അതായത് കണ്ടിന്യൂസ് ഡിസ്റ്റിലേഷനിൽ നമ്മൾ എന്താണ് ഡിസ്റ്റിൽ ചെയ്ത ഫ്രാക്ഷൻ പിന്നെയും ഡിസ്റ്റിൽ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ബാച്ചിൽ ഒരു വശം മാത്രമേ ഡിസ്റ്റിലേഷൻ നടത്തൂ. അപ്പോൾ 2 ടൈപ്പ് ഡിസ്റ്റിലേഷനാണുള്ളത്, കണ്ടിന്യൂസ് ഡിസ്റ്റിലേഷനും ബാച്ച് ഡിസ്റ്റിലേഷനും. അപ്പോൾ ബാച്ച് ഡിസ്റ്റിലേഷനിൽ ഒരു വശം മാത്രമേ നമ്മൾ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ട് ഫ്രാക്ഷൻ കളക്ട് ചെയ്യൂ. പക്ഷേ കണ്ടിന്യൂസ് ഡിസ്റ്റിലേഷനും നമ്മൾ എന്താണ് ബാച്ച് ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ ആ ഫ്രാക്ഷൻ ഇല്ല, അത് പിന്നെയും ഡിസ്റ്റിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിസ്റ്റിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈലി പ്യൂരിഫൈഡ് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്. ഇപ്പം വാട്ടർ കണ്ടൻറ്റ് അത്രയ്ക്കും കുറവായിരിക്കും കണ്ടിന്യൂസ് ഡിസ്റ്റിലേഷനിൽ. അപ്പോൾ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ മെത്തേഡാണ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ. അപ്പോൾ പേര് തന്നെ ഉണ്ട്. അപ്പോൾ 2 ലിക്വിഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുക, ലിക്വിഡ്. അപ്പോൾ 2 ലിക്വിഡ്സ് ഉപയോഗിച്ചുള്ള എക്സ്ട്രാക്ഷനാണ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ദി സെപ്പറേഷൻ ഓഫ് എ കോമ്പോണൻറ്റ് ഫ്രം എ ലിക്വിഡ് മിക്സ്ചർ ബൈ ട്രീറ്റ്മെൻറ്റ് വിത്ത് എ സോൾവെൻറ്റ് in which the desired component is preferentially soluble is known as liquid extraction. The efficiency of extraction depends upon the partition coefficient and which is the relative distribution of a substrate between 2 liquid phases. Prior to starting extraction, it is important to find the solubility characteristic of product
യൂസിങ് വൈഡ് റേഞ്ച് ഓഫ് സോൾവെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ലിക്വിഡ് എക്സ്ട്രാക്ഷനിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കോമ്പോണൻറ്റ് എന്ത് ചെയ്യുക, രണ്ട് ലിക്വിഡ്സിൽ നമ്മൾ രണ്ട് ലിക്വിഡ് കോമ്പോണൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കോമ്പോണൻറ്റിനെ എന്ത് ചെയ്യും, ഒരു സോൾവെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ സോൾവെൻ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോൾവെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ബേസിലാണ് ആ പ്രോഡക്റ്റ് സെപ്പറേറ്റ് ആകുക. അപ്പോൾ രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് രണ്ട് സൊല്യൂബിൾ അല്ലാത്ത ലിക്വിഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് ലിക്വിഡ്സ് യൂസ് ചെയ്തു. ഇപ്പോൾ രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള, അതായത് രണ്ട് മിക്സ് ആവാത്ത ലിക്വിഡ്സ് വേണം യൂസ് ചെയ്യാൻ. ഇപ്പം നമ്മൾ രണ്ട് ലിക്വിഡ്സ് എടുത്തു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലിക്വിഡ് വാട്ടറാണ്, മറ്റേ ലിക്വിഡ് എന്താണ് ബെൻസീനാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ഡിസോൾവ് ചെയ്യുക ബെൻസീനിലേക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ലിക്വിഡ് എക്സ്ട്രാക്ഷനിൽ ഈ പ്രോഡക്റ്റിന് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഒരു പ്രോട്ടീനാണ്, ആ പ്രോഡക്റ്റ് ഡിസോൾവ് ചെയ്യുന്നത് ബെൻസീനിലാണ്. അപ്പോൾ നമ്മൾ രണ്ട് ലിക്വിഡ്സ് എടുക്കുക. ഇപ്പോൾ വാട്ടർ എടുക്കുക, ആദ്യം അതിൻ്റെ മുകളിലേക്ക് ബെൻസീൻ ഒഴിക്കുക. അപ്പോൾ ഈ വാട്ടറും ബെൻസീനും ഒരിക്കലും മിക്സ് ആവില്ല, അത് താഴെ മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രോഡക്റ്റിനെ കൊടുക്കുക. ഇത് ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബെൻസീനിലാണ് ഡിസോൾവ് ചെയ്യുക. അപ്പോൾ ബെൻസീനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ വാട്ടറിലല്ല ഡിസോൾവ് ചെയ്യുക, ബെൻസീനിലാണ് ഡിസോൾവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോമ്പോണൻറ്റ് ഡിസോൾവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷന് പറയുന്ന പേരാണ് പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സോളിബിലിറ്റി അനുസരിച്ചിട്ടാണ് പ്രോഡക്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് ലിക്വിഡ് എടുക്കുക, ആ രണ്ട് ലിക്വിഡിലുള്ള പ്രോഡക്റ്റിൻ്റെ സോളിബിലിറ്റീൻ്റെ ബേസിസിലാണ് നമ്മൾ ആ പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ആ രണ്ട് ലിക്വിഡും ഇമ്മിസിബിൾ ആയിരിക്കണം, അതായത് രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിലുള്ള ആ പ്രോഡക്റ്റിൻ്റെ സോളിബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ്സ് രണ്ടും എന്തായിരിക്കണം, ഇമ്മിസിബിൾ ആയിരിക്കണം. അപ്പോൾ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ ക്യാൻ ബി ഡൺ ബൈ കറൻറ്റ് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഓർ കൗണ്ടർ കറൻറ്റ് മെത്തേഡ്. ഇപ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ നടത്തുന്നത്. ഒന്ന് കറൻറ്റ് മെത്തേഡും രണ്ടാമത്തത് കൗണ്ടർ കറൻറ്റ് മെത്തേഡും. ഇപ്പോൾ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് കറൻറ്റ് മെത്തേഡ്. എന്ന് വെച്ചാൽ ഒരുമിച്ച്, അപ്പോൾ ഒരേ ഡയറക്ഷനിലാണ് രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് കറൻറ്റ് എക്സ്ട്രാക്ഷൻ. രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് കൗണ്ടർ കറൻറ്റ് മെത്തേഡ്. കൗണ്ടർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ട്. ഇപ്പോൾ രണ്ട് മെത്തേഡ്സ് ബേസ്ഡാണ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. കറൻറ്റ് മെത്തേഡിൽ രണ്ട് ലിക്വിഡ്സ് എന്താണ് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. പിന്നെ കൗണ്ടർ കറൻറ്റ് മെത്തേഡിൽ ഈ രണ്ട് ലിക്വിഡ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ രണ്ട് ലിക്വിഡ് ഫേസസിലുള്ള സൊല്യൂബിലിറ്റീൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഒരു ലിക്വിഡ് ഫേസിലായിരിക്കും സൊല്യൂബിൾ, മറ്റേ ലിക്വിഡ് ഫേസിൽ ഇൻസൊല്യൂബിൾ ആയിരിക്കും. ഇപ്പോൾ സൊല്യൂബിൾ ആയിട്ടുള്ള ഫേസിൽ നിന്ന് നമ്മൾ ആ പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, കറൻറ്റ് ലിക്വിഡ് എക്സ്ട്രാക്ഷനും കൗണ്ടർ കറൻറ്റ് ലിക്വിഡ് എക്സ്ട്രാക്ഷനും. അപ്പോൾ കറൻറ്റിൽ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഒരേ ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുക. കൗണ്ടർ കറൻറ്റിൽ ആ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ വഴി നമ്മൾ ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെയും പ്യൂരിഫൈ ചെയ്തെടുക്കും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഹൈ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെയും എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിനെ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെ പ്യൂരിഫൈ എടുക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡും, രണ്ടാമത്തത് ഹൈ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡും. അപ്പോൾ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ രണ്ടിനും വേറെ മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെ പ്യൂരിഫൈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് റിയാക്റ്റീവ് എക്സ്ട്രാക്ഷൻ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ, ഫിസിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് ഡിസോസിയേഷൻ എക്സ്ട്രാക്ഷൻ. അപ്പോൾ 4 മെത്തേഡ്സാണ് നമ്മൾ ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബൈ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ. They are reactive extraction, supercritical fluid extraction, physical extraction and dissociation extraction.
അപ്പോൾ ഹൈ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സാണ് അക്വസ് ടു ഫേസ് സിസ്റ്റം എക്സ്ട്രാക്ഷൻ ആൻഡ് റിവേഴ്സ് മീസിൽ എക്സ്ട്രാക്ഷൻ. അപ്പം ലിക്വിഡ് എക്സ്ട്രാക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. അത് ഒന്ന് ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെ പ്യൂരിഫൈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തത് ഹൈ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്നു. അതിൽ ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിന് രണ്ട് ടൈപ്പ് ഉണ്ട്, അല്ല 4 ടൈപ്പാണുള്ളത്. ഒന്ന് റിയാക്റ്റീവ് എക്സ്ട്രാക്ഷൻ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ, ഫിസിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് ഡിസോസിയേഷൻ എക്സ്ട്രാക്ഷൻ. അതിൽ ഹൈ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിൻ്റെ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ രണ്ട് മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്, അക്വസ് ടു ഫേസ് സിസ്റ്റവും റിവേഴ്സ് മീസിൽ എക്സ്ട്രാക്ഷൻ. അപ്പോൾ അത് ആദ്യം നമ്മൾ നോക്കുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് ലോ മോളിക്കുലർ വെയിറ്റ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ലോ മോളിക്കുലർ വെയിറ്റ് പ്രോഡക്ട്സിനെ നമ്മൾ എങ്ങനെയാണ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ വഴി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ബൈ യൂസിങ് ഓർഗാനിക് സോൾവെൻറ്റ്സ് ദി ലിപ്പോഫിലിക് കോമ്പൗണ്ട്സ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ്. അപ്പോൾ ഓർഗാനിക് സോൾവെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ വഴി എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഓർഗാനിക് സോൾവെൻറ്റ്സ് ആണ് ബെൻസീൻ, പിന്നെ മെത്തനോള്, എത്തനോള്, അങ്ങനത്തെ കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് സോൾവെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഗാനിക് സോൾവെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ വഴി ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെ എന്ത് ചെയ്തെടുക്കാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ എക്സ്ട്രാക്ഷൻ. The components gets itself distributed between two phases based on their physical properties. It is used for the extraction of non-ionizing compounds. അപ്പോൾ ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിൻ്റെ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് മെത്തേഡാണ് ഫിസിക്കൽ എക്സ്ട്രാക്ഷൻ. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ആ കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീൻ്റെ ബേസിസിലാണ് നമ്മൾ ഫിസിക്കൽ എക്സ്ട്രാക്ഷൻ നടത്തുക. അതായത് ആ രണ്ട് ലിക്വിഡ് ഫേസസ് ഉണ്ടാവില്ല, രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ് ഫേസസിലുള്ള ആ കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീൻ്റെ ബേസിസിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നോൺ അയണൈസിങ് കോമ്പൗണ്ട്, അതായത് ചാർജ് ഇല്ലാത്ത പ്രോഡക്റ്റിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഫിസിക്കൽ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. ഫിസിക്കൽ എക്സ്ട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളത് ആ പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിലാണ്, ലൈക്ക് സോല്യൂബിലിറ്റി. ഇപ്പോൾ സോല്യൂബിലിറ്റി പോലത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചാർജ് ഇല്ലാത്ത അല്ലെങ്കിൽ നോൺ അയണൈസിങ് കോമ്പൗണ്ട്സിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ലോ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിൻ്റെ എക്സ്ട്രാക്ഷൻ മെത്തേഡാണ് ഡിസോസിയേഷൻ എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, നോർമലി അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഡിസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ അയോണിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാറ്റയോണും ആനയോണും ആയിട്ട് ഡിസോൾവ് ചെയ്യും. അപ്പോൾ അയോണിക് സബ്സ്റ്റൻസിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിസോസിയേഷൻ എക്സ്ട്രാക്ഷൻ. അപ്പോൾ എന്താണ് ഡിസോസിയേറ്റ് ചെയ്യുന്ന സാധനം, അയോൺസ് ആണ് ഡിസോസിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ചാർജ്ഡ് കോമ്പൗണ്ട്സിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ഡിസോസിയേഷൻ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിളാണ് ആൻറ്റിബയോട്ടിക്സ്. അപ്പം ഡിസോസിയേഷൻ എക്സ്ട്രാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് പോഡ് ബിയാൽനാക് കൗണ്ടർ കറൻറ്റ് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ പെൻസിലിൻ പ്രൊഡക്ഷൻ. അപ്പോൾ പെൻസിലിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൗണ്ടർ കറൻറ്റ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ മെത്തേഡാണ് പോഡ് ബിയാൽനാക് കൗണ്ടർ കറൻറ്റ് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം. അപ്പോൾ രണ്ട് ടൈപ്പ് ലോ മോളിക്കുലർ വെയിറ്റ് സെപ്പറേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത്. ഒന്ന് ഫിസിക്കൽ എക്സ്ട്രാക്ഷൻ, അതായത് ഈ കോമ്പൗണ്ടിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് സോല്യൂബിലിറ്റിൻ്റെ ബേസിസിൽ നമ്മൾ പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്നത് നോൺ അയോണിക് അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത കോമ്പൗണ്ട്സിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തതാണ് ഡിസോസിയേഷൻ എക്സ്ട്രാക്ഷൻ, അതായത് അയോൺസ് ആണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിസോസിയേഷൻ എക്സ്ട്രാക്ഷൻ. മെയിൻലി ആൻറ്റിബയോട്ടിക്സ് ആണ് ഈ മെത്തേഡ്സ് വഴി സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പെൻസിലിൻ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോഡ് ബിയാൽനാക് കൗണ്ടർ കറൻറ്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എക്സ്ട്രാക്ഷനാണ് ലോ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സിൻ്റെ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നതാണ് റിയാക്റ്റീവ് എക്സ്ട്രാക്ഷൻ. The desired product is made to react with a carrier molecule and extracted into organic solvents and used for the extraction of products such as organic acids that are highly soluble in aqueous phase. ഇപ്പോൾ പേര് തന്നെ ഉണ്ട്. ഇപ്പോൾ റിയാക്റ്റീവ് എക്സ്ട്രാക്ഷൻ, അത് റിയാക്ഷൻ്റെ ബേസിൽ നമ്മൾ പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് റിയാക്റ്റീവ് എക്സ്ട്രാക്ഷൻ. അതായത് നമ്മൾ ഈ പ്രോഡക്റ്റിനെ ഒരു കരിയർ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യും.
അപ്പോൾ ഈ കരിയർ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് പോയിട്ട് ഈ കരിയർ മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ അതിനെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നോർമലി ഓർഗാനിക് സോൾവെൻറ്റ്സ് ആണ് റിയാക്റ്റീവ് എക്സ്ട്രാക്ഷൻ വഴി എന്ത് ചെയ്യുന്നത്, പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത ലോ മോളിക്കുലർ വെയിറ്റ് പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് റിയാക്റ്റീവ് എക്സ്ട്രാക്ഷൻ. അതായത് ഒരു റിയാക്ഷൻ്റെ ബേസിലാണ് ഇത് നടക്കുക. എന്ത് റിയാക്ഷൻ്റെ ബേസിൽ, അതായത് ഈ നമ്മുടെ പ്രോഡക്റ്റും ഈ കരിയർ മോളിക്യൂളും തമ്മിലുള്ള റിയാക്ഷൻ്റെ ബേസിസിലാണ് ഇവിടെ എക്സ്ട്രാക്ഷൻ നടക്കുക. അതായത് കരിയർ മോളിക്യൂളും പ്രോഡക്റ്റും തമ്മിൽ റിയാക്ട് ചെയ്യും, എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. അടുത്ത മെത്തേഡാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ. അപ്പോൾ എന്താണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് എന്ന് ആദ്യം പഠിക്കണം. അപ്പോൾ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ആർ ഇൻ്റർമീഡിയറ്റ്സ് ബിറ്റ്വീൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ആൻഡ് ദേ എക്സിസ്റ്റ് ഇൻ ഫ്ലൂയിഡ്സ് എബവ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് എന്താണ്, അതായത് ഗ്യാസിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ്സ് ആണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും പ്രഷറിലും അവർ ഫ്ലൂയിഡ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അല്ലാത്ത സമയങ്ങളിൽ ഗ്യാസസ് ഫോംസിലാണ് അത് ഉണ്ടാകുക. അപ്പോൾ ഗ്യാസസിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഇടയിലുള്ള സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും പ്രഷറിലും മാത്രമാണ് അത് ഫ്ലൂയിഡ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. അല്ലാത്ത സമയത്ത് അത് ഗ്യാസസ് ഫോമിലാണ് ഉണ്ടാകുക. ഇതിൻ്റെ എക്സാമ്പിളാണ് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പോൾ സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വാനിലയിൽ നിന്നും വാനില എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. മാത്രമല്ല കോഫിയിൽ നിന്ന് കഫീൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് ലോ മോളിക്കുലർ വെയിറ്റ് പ്രോഡക്റ്റ് ഓഫ് ലിക്വിഡ് എക്സ്ട്രാക്ഷനിൽ നമ്മൾ 4 മെത്തേഡ്സ് പഠിച്ചു. ഒന്ന് ഫിസിക്കൽ എക്സ്ട്രാക്ഷൻ, അതായത് കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ സെപ്പറേറ്റ് ചെയ്യുക. രണ്ടാമത്തേത് ഡിസോസിയേഷൻ എക്സ്ട്രാക്ഷൻ, അതായത് അയോണിക് അല്ലെങ്കിൽ ചാർജ്ഡ് കോമ്പോണൻസിൻ്റെ സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തേത് റിയാക്റ്റീവ് എക്സ്ട്രാക്ഷൻ, അതായത് ഈ കരിയർ മോളിക്യൂളും പ്രോഡക്റ്റും തമ്മിലുള്ള റിയാക്ഷൻ്റെ ബേസിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. നാലാമത്തേത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ഉപയോഗിച്ചിട്ടുള്ള സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ. അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രോഡക്ട്സ് ആണ് യൂസിങ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഓർഗാനിക് സോൾവെൻറ്റ്സ് cannot be used for extraction of sensitive products such as proteins as they can lose their biological activities. അപ്പോൾ നമ്മൾ പ്രോട്ടീൻസ് പോലത്തുള്ള സെൻസിറ്റീവായിട്ടുള്ള പ്രോഡക്ട്സിനെ ഓർഗാനിക് സോൾവെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ പ്രോട്ടീൻസൊക്കെ ഡീനേച്ചറായി പോകും. അപ്പോൾ ഓർഗാനിക് സോൾവെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻസൊക്കെ ഡീനേച്ചർ ചെയ്ത് ആ പ്രോഡക്റ്റ് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രോഡക്റ്റ്സിനെ ഓർഗാനിക് സോൾവെൻറ്റ്സ് വെച്ചിട്ട് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താ വെച്ചാൽ ചില പ്രോഡക്ട്സ് ലൈക്ക് ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രോഡക്ട്സ് ലൈക്ക് പ്രോട്ടീൻസ് ഇതിനോടൊക്കെ സെൻസിറ്റീവ് ആയിരിക്കും, അതായത് അതൊക്കെ ഡീനേച്ചർ ചെയ്ത് നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ വേറെ 2 മെത്തേഡ്സാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അത് ഹൈ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് അക്വസ് 2 phase സിസ്റ്റവും റിവേഴ്സ് മീസിൽ സിസ്റ്റവും. അപ്പം നമുക്ക് ആദ്യം അക്വസ് 2 phase സിസ്റ്റം നോക്കാം. They can be prepared by mixing a polymer like polyethylene glycol or a salt solution like ammonium sulfate or 2 different polymers. The cells and other solids remains in one phase while the proteins are transferred to other phase. ഇപ്പോൾ പേര് തന്നെ ഉണ്ട് അക്വസ് 2 phase സിസ്റ്റം. അതായത് അക്വസ് ആയിട്ടുള്ള 2 phases ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അക്വസ് 2 phase സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസ് ഒരു പോളിമർ ആയിരിക്കും, അതായത് ഒരു പോളിമറിക് കോമ്പൗണ്ട് ആയിരിക്കും. ലൈക്ക് പോളിഇഥിലീൻ ഗ്ലൈക്കോൾ പോലത്തെ ഒരു പോളിഇഥിലീൻ ഗ്ലൈക്കോൾ പോലെയുള്ള ഒരു പോളിമർ ആയിരിക്കും ആദ്യത്തെ ഫേസ്. അക്വസ് 2 phase സിസ്റ്റം അല്ല. അപ്പോൾ 2 അക്വസ് ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ലിക്വിഡ് ഫേസസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ലിക്വിഡ് ഫേസ് എന്ന് പറയുന്നത് ഒരു പോളിമർ ആയിരിക്കും ലൈക്ക് പോളിഇഥിലീൻ ഗ്ലൈക്കോൾ. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് പോളിമർ പ്ലസ് സാൾട്ട്. അപ്പോൾ പോളിമറും സാൾട്ടും കൂടിയുള്ളതാണ് രണ്ടാമത്തെ ഫേസ്. അപ്പോൾ ഈ ഒരു ഫേസിലാണ് നമ്മുടെ പ്രോട്ടീൻസ് ഡിസോൾവ് ആകുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് പ്രോട്ടീനാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഒരു ഫേസിലാണ് ഡിസോൾവ് ആകുക. അപ്പോൾ ഒന്നെങ്കിൽ പോളിമറിൽ ഡിസോൾവ് ആകും, അല്ലെങ്കിൽ പോളിമർ ആൻഡ് സാൾട്ടിലാണ് ഡിസോൾവ് ആകുക. അപ്പോൾ ആ ഫേസിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ സെൽസും ഇമ്പ്യൂരിറ്റീസും ഒക്കെ വേറെ ഫേസിലാണ് ഡിസോൾവ് ചെയ്യുക. അപ്പോൾ ആ ഫേസിൽ അത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോട്ടീൻസിനൊക്കെ സെൽസും ഇമ്പ്യൂരിറ്റീസൊന്നും ഇല്ലാതെ കിട്ടും. അപ്പോൾ അക്വസ് 2 phase സിസ്റ്റത്തിൽ 2 അക്വസ് ഫേസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് റിവേഴ്സ് മീസിൽ സിസ്റ്റം. ഇപ്പോൾ റിവേഴ്സ് മീസിൽസ് ആർ അഗ്രിഗേറ്റ്സ് ഓഫ് സർഫക്റ്റൻസ് മോളിക്യൂൾസ് ആൻഡ് വാട്ടർ
for organic solvents. The proteins can be extracted from the aqueous medium by this method. അപ്പോൾ മീസിൽസ് എന്താണ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മീസിൽസ് എന്താണ്, അതൊരു സോപ്പ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് മീസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മീസിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ആംഫിപ്പത്തിക് ആയിരിക്കും. അതായത് അതിന് ഹൈഡ്രോഫോബിക് പാർട്ടും ഉണ്ടാവും, ഹൈഡ്രോഫിലിക് പാർട്ടും ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രോഫോബിക് പാർട്ട് എപ്പോഴും ഉള്ളിലേക്കാണ്, അത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ ഉള്ളിലേക്കാണ് ഉണ്ടാകുക, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് പുറത്തേക്കാണ് ഉണ്ടാകുക. ഇപ്പോൾ റിവേഴ്സ് മീസിൽ എന്ന് പറയാൻ നേരെ ഓപ്പോസിറ്റാണ്, അത് മീസിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ. അതായത് സാധാരണ മീസിൽസിൽ ഹൈഡ്രോഫോബിക് ടെയിലായിരിക്കും ഉള്ളിലുണ്ടാകുക, ഹൈഡ്രോഫിലിക് ഹെഡ് പുറത്താണ് ഉണ്ടാകുക. പക്ഷേ റിവേഴ്സ് മീസിലിൻ്റെ കേസിൽ ഹൈഡ്രോഫിലിക് ഹെഡ് ഉള്ളിലും ഹൈഡ്രോഫോബിക് ടെയിൽ പുറത്താണ് ഉണ്ടാകുക. അപ്പോൾ ഈ റിവേഴ്സ് മീസിൽ ഉപയോഗിച്ച് നമുക്ക് പ്രോട്ടീൻസിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രോഡക്റ്റിനെ നമ്മൾ ലൈക്ക് പ്രോട്ടീൻസിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് അക്വസ് ടു ഫേസ് സിസ്റ്റം, അതായത് രണ്ട് അക്വസ് ഫേസസ് ഉപയോഗിച്ചിട്ട് പ്രോട്ടീനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തത് റിവേഴ്സ് മീസിൽസ് ഉപയോഗിച്ച് നമ്മൾ പ്രോഡക്റ്റിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് യൂഷ്വലി ചോദിക്കാറുണ്ട്. അപ്പോൾ ലിക്വിഡ് എക്സ്ട്രാക്ഷൻ എന്താണെന്ന് പറയുക. പിന്നെ അത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറയാം, കൗണ്ടർ കറൻറ്റും കോ കറൻറ്റും. പിന്നെ അതിൽ രണ്ട് മേജർ ടൈപ്സ് ആണുള്ളത്. അത് ലോ മോളിക്കുലർ വെയിറ്റ് എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നതും ഹൈ മോളിക്കുലർ വെയിറ്റ് എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സും പറയാം. മൂന്നാമത്തെ കോൺസെൻട്രേഷൻ മെത്തേഡ് അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ മെത്തേഡാണ് മെംബ്രെയിൻ ഫിൽട്രേഷൻ. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് ദി യൂസ് ഓഫ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ ദാറ്റ് സെലക്റ്റീവ്ലി റീറ്റെയിൻസ് ദി പാർട്ടിക്കിൾസ് ഓർ മോളിക്യൂൾസ് that are bigger than the pore size while the smaller molecules pass through the pores. The membranes are usually made up of polymeric materials such as polyethylene, polyether sulfone and polyvinyl difluoride. അപ്പോൾ ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നതിന് പറയുന്ന പേരാണ് മെംബ്രെയിൻ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെംബ്രെയിൻ ഒരു പോർ സൈസ് ഉണ്ടാവും. അപ്പോൾ പോർ സൈസ് കൂടിയ പാർട്ടിക്കിൾസൊക്കെ മെംബ്രെയിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, തങ്ങി നിൽക്കും. പക്ഷേ പോർ സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും, മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് പോകും. അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഫിൽട്രേഷൻ പോലെ തന്നെ, അപ്പോൾ ഫിൽട്രേഷൻ ഒരുമാതിരി ഫിൽട്രേഷനാണ് ഇവിടെ നടക്കുന്നത്. ഫിൽറ്റേഴ്സിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുക സെമി പെർമിബിൾ മെംബ്രെയിൻ ആയിരിക്കും. അപ്പോൾ അത് രണ്ട് ടൈപ്പ് ഉണ്ട്, മെംബ്രെയിൻ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷനും റിവേഴ്സ് ഓസ്മോസിസും. അപ്പോൾ അൾട്രാ ഫിൽട്രേഷനും റിവേഴ്സ് ഓസ്മോസിസുമാണ് രണ്ട് ടൈപ്പ് മെംബ്രെയിൻ ഫിൽട്രേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് അൾട്രാ ഫിൽട്രേഷൻ നോക്കാം. The ultrafiltration is a process in which the solutes of high molecular weight is retained when solvents of low molecular weight are forced under hydraulic pressure through a membrane of very fine pore size. It's used for the കോൺസെൻട്രേഷൻ ഓഫ് എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് വൈറസ്. അപ്പോൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫിൽട്രേഷൻ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹൈഡ്രോളിക് പ്രഷർ അപ്ലൈ ചെയ്യും. മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്ററിൻ്റെ പോർ സൈസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്രയും ചെറിയ പാർട്ടിക്കിൾസിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ ചെയ്യുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് വൈറസ്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളെ കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ് അൾട്രാ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൾട്രാ ഫിൽട്രേഷനും ഫിൽട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അൾട്രാ ഫിൽട്രേഷനിൽ നമ്മളൊരു പ്രഷർ, ഹൈഡ്രോളിക് പ്രഷർ അപ്ലൈ ചെയ്യും ഫിൽട്രേഷൻ്റെ സമയത്ത്. മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ പോർ സൈസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്രയും ചെറിയ പാർട്ടിക്കിൾസിനെ വരെ നമുക്ക് അൾട്രാ ഫിൽട്രേഷനിൽ കൂടി ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് എൻസൈംസും ഹോർമോൺസും വൈറസ് ഒക്കെയാണ് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് അൾട്രാ ഫിൽട്രേഷൻ്റെ ഫിഗർ. അപ്പം ചെറിയ പോർ സൈസുള്ള മെംബ്രെയിൻസാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ്. അതായത് സോൾവെൻറ്റ് മോളിക്യൂൾസ് ആർ ഫോഴ്സ്ഡ് ബൈ അപ്ലൈഡ് പ്രഷർ ടു ഫ്ലോ ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദാറ്റ് ഓഫ് ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസിൻ്റെ നേരെ തിരിച്ചാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസ് എന്ന് വെച്ചാൽ എന്താണ്? ദി മൂവ്മെൻറ്റ് ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് ഫ്രം a low salt concentration to a high salt concentration is known as the osmosis. അപ്പോൾ the movement of solvent molecules from low salt concentration to high salt concentration is known as osmosis. അപ്പോൾ ഒരു സോൾവെൻറ്റ് സാൾട്ട് കണ്ടൻറ്റ് അല്ലെങ്കിൽ സാൾട്ട് കണ്ടൻറ്റ് കൂടിയ ഒരു സൊല്യൂഷനിൽ നിന്ന്
സാൾട്ട് കണ്ടൻറ്റ് കുറഞ്ഞ ഒരു സൊല്യൂഷനിൽ നിന്ന് സാൾട്ട് കണ്ടൻറ്റ് കൂടിയ സോൾവെൻറ്റിലേക്ക് ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി പാസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓസ്മോസിസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഓസ്മോസിസ് നടക്കുന്ന ഭാഗത്ത് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഓസ്മോസിസ് എന്ത് ചെയ്യും, റിവേഴ്സായിട്ട് നടക്കും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത്, അതായത് ഓസ്മോസിസ് നടക്കുന്ന ഡയറക്ഷനിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക, ഹയർ സാൾട്ട് കണ്ടൻറ്റിൽ നിന്ന് ലോവർ സാൾട്ട് കണ്ടൻറ്റിലേക്ക് ഫ്ലോ ചെയ്യും. സാധാരണ ഓസ്മോസിസ് നടക്കേണ്ടത് ലോവർ സാൾട്ട് കണ്ടൻറ്റിൽ നിന്ന് ഹയർ സാൾട്ട് കണ്ടൻറ്റിലേക്കാണ് ഓസ്മോസിസ് നടക്കേണ്ടത്. പക്ഷേ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓസ്മോസിസ് എങ്ങനെയാണ് നടക്കുക, ഹയർ സാൾട്ട് കോൺസെൻട്രേഷൻ നിന്ന് ലോവർ സാൾട്ട് കോൺസെൻട്രേഷനിലേക്ക് നടക്കും. അതായത് ഓസ്മോസിസിൻ്റെ റിവേഴ്സ് ആയിട്ടാണ് റിവേഴ്സ് ഓസ്മോസിസ് നടക്കുക. അപ്പോൾ നമുക്ക് ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഇതുവഴി എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡ്, അത് കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ മെത്തേഡാണ് മെംബ്രെയിൻ ഫിൽട്രേഷൻ. അതിന് 2 മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് അൾട്രാ ഫിൽട്രേഷൻ, അത് പ്രഷറും പോർ സൈസ് കുറഞ്ഞ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള അൾട്രാ ഫിൽട്രേഷനും. രണ്ടാമത്തത് റിവേഴ്സ് ഓസ്മോസിസ്, അതായത് ഓസ്മോസിസിൻ്റെ റിവേഴ്സ് ചെയ്തിട്ടുള്ള ഫിൽട്രേഷൻ. അതിൽ നമ്മൾ ഒരു പ്രഷറാണ്, ഓസ്മോസിസിൻ്റെ ഡയറക്ഷനിൽ ഒരു പ്രഷറാണ് അപ്ലൈ ചെയ്യുക. ഇനി നാലാമത്തെ കോൺസെൻട്രേഷൻ മെത്തേഡാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഫോർമേഷൻ ഓഫ് എ സോളിഡ് ഇൻ എ സൊല്യൂഷൻ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് നോൺ ആസ് പ്രസിപ്പിറ്റേഷൻ. അതായത് സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഇൻസൊല്യൂബിൾ ആക്കി, അതായത് ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്തിട്ട് അതിനെ ഇൻസൊല്യൂബിൾ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൊല്യൂബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ എന്താക്കി മാറ്റും, അൺസോൾവബിളായിട്ട് മാറ്റും. എങ്ങനെയാണ് അൺസോൾവബിളായിട്ട് മാറ്റുക, ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻറ്റ് നമ്മൾ ആ ബ്രോത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് അൺസോൾവബിളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സോളിഡായിട്ട് നമുക്ക് അതിൻ്റെ ബ്രോത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ the solid formed is called the precipitate and the liquid remaining above the solid is called supernatant. അപ്പോൾ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് താഴേക്ക് വരും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ലിക്വിഡ് പാർട്ടാണ് സൂപ്പർ നേറ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻസിൻ്റെ എക്സാമ്പിളാണ് അമോണിയം സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ് ഒക്കെ. ഇതൊക്കെ പ്രോട്ടീൻസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഓർഗാനിക് സോൾവെൻറ്റ്സ്, ഡെക്സ്ട്രാൻസ് പോലെയുള്ള ഷുഗേഴ്സിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ചിൽഡ് എത്തനോളും അസിറ്റോണും പ്രോട്ടീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ നോൺ അയോണിക് പോളിമർ സച്ചസ് പോളിയെത്തിലീൻ ഗ്ലൈക്കോളും യൂസ് ചെയ്യുന്നു. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അൺസൊല്യൂബിൾ ആയിട്ടുള്ളൊരു കോമ്പൗണ്ടിനെ അൺസൊല്യൂബിൾ ആക്കിയിട്ട് അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രോത്തിലേക്ക് പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യും. ലൈക്ക് അമോണിയം സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ്, പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ മെത്തേഡ് കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് നമ്മൾ ഈ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് പഠിക്കും. അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഫോർമുലേഷൻ മെത്തേഡ്സ്.